Hello dears, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടൈമിലെ ഇവാലുവേഷൻ ഇംഗ്ലീഷ് കേട്ടോ. 8th ചാപ്റ്ററിലെ ഇംഗ്ലീഷ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാം ഇൻസ്ട്രക്ഷൻ എന്തൊക്കെയാണ്. 50 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ടൈമിൽ നന്നായി ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിക്കുക കേട്ടോ. പിന്നെന്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ പോലെ എന്താക്കണം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം കേട്ടോ. നോക്കൂ, ക്വസ്റ്റ്യൻ 1 to 5 ആണല്ലേ. റീഡ് ദ പാസേജ് ഫ്രം ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. എന്താണ് നൈറ്റിംഗേൽ ആൻഡ് റോസ് എന്നുള്ളതിൽ എന്താണ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നോക്കാം അതിൻ്റെ ആ പാസേജ് എന്താണെന്ന് നമുക്ക് വായിക്കാം. ദ നൈറ്റിംഗേൽ ഫ്ലൂ ഓവർ ടു ദ റോസ് ട്രീ ദാറ്റ് വാസ് ഗ്രോയിങ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. ഗീവ് മീ എ റെഡ് റോസ് ഷീ ക്രൈഡ്. എന്താണ് ഇവിടെ പറയുന്നത്, നൈറ്റിംഗേൽ എന്താക്കി ആ റോസ് ട്രീ അല്ലേ, അതെവിടെയാണ് ആ സ്റ്റുഡൻസിൻ്റെ വിൻഡോൻ്റെ താഴെയായിട്ട് ആ റോസ് ട്രീ ഉണ്ട് അല്ലേ. അവിടെ എത്തിയിട്ട് എന്താണ് ഈ നൈറ്റിംഗേൽ അവിടെ പറന്നിറങ്ങി അല്ലേ. എന്നിട്ട് എന്താ പറയുന്നത്, ഗീവ് മീ എ റെഡ് റോസ്, എനിക്കൊരു റെഡ് റോസ് തരൂ എന്ന് പറഞ്ഞില്ലേ. ആൻഡ് ഐ വിൽ സിങ് യു മൈ സ്വീറ്റസ്റ്റ് സോങ് അല്ലേ. അത് തന്നാൽ എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ഒരു പാട്ട് പാടാന്ന് പറഞ്ഞില്ലേ. ബട്ട് ദ ട്രീ ഷുക്ക് ഹിറ്റ്സ് ഹെഡ്. പക്ഷെ എന്താ മരം അതിൻ്റെ തല ഇങ്ങനെ കുലുക്കിയില്ലേ. മൈ റോസസ് ആർ റെഡ് ഇറ്റ് ആൻസേർഡ്. എന്താണ് എൻ്റെ റോസസ് എന്താണ് റെഡ് ആണ് അല്ലേ. ആസ് റെഡ് ആസ് ദ ഫീറ്റ് ഓഫ് ദ ഡവ് ആൻഡ് റെഡർ ദാൻ ദ ഗ്രേറ്റ് ഫാൻസ് ഓഫ് കോറൽ ദാറ്റ് വേവ് ആൻഡ് വേവ് ഇൻ ദ ഓഷ്യൻ കവേൺ. എന്താണ് ഈ ഡൗവിൻ്റെ ഏറ്റാൻ, അതായത് പീജിയൻ എന്താണ് പ്രാവിൻ്റെ കാലിൻ്റെ ഏറ്റാനും റെഡാണ് എൻ്റെത്. പിന്നെന്താണ് കോറലിൻ്റെ ഏറ്റാനും എന്താണ് റെഡറാണ് അല്ലേ. പിന്നെ എന്താണ് ഓഷ്യനിലുള്ള അല്ലേ. അപ്പോൾ ബട്ട് ദ വിൻ്റർ ഹാസ് ചിൽഡ് മൈ വെയിൻസ്. പക്ഷെ വിൻ്റർ എന്താക്കി എൻ്റെ വെയിൻ എൻ്റെ ഞരമ്പുകളൊക്കെ എന്താക്കി തണുത്തുറപ്പിച്ച് അല്ലേ. ആൻഡ് ദ ഫ്രോസ്റ്റ് ഹാസ് നിപ്ഡ് മൈ ബഡ്സ് ആൻഡ് ദ സ്റ്റോം ഹാസ് ബ്രോക്കൺ മൈ ബ്രാഞ്ചസ്. സ്റ്റോമൊക്കെ എൻ്റെ ബ്രാഞ്ചസ് ഒക്കെ എന്താണ് പൊട്ടിച്ചു. ആൻഡ് ഐ ഷാൽ ഹാവ് നോ റോസസ് അറ്റ് ഓൾ ദിസ് ഇയർ. അതുകൊണ്ട് എന്താണ് ഈ വർഷം എനിക്ക് റോസ് തരാനാവില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കി അതിൻ്റെ ആൻസറും ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയാൽ 1 മാർക്കാണ് അല്ലേ. അങ്ങനെ ഓരോന്നിനും എന്താണ് ഓരോ മാർക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വൈ ഡിഡ് നൈറ്റിംഗേൽ ഫ്ലൈ ഓവർ ടു ദ റോസ് ട്രീ. എന്തുകൊണ്ടാണ് നൈറ്റിംഗേൽ റോസ് ട്രീൻ്റെ അടുത്തേക്ക് പറന്നിറങ്ങിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ എന്താണ് ഇതാ, നൈറ്റിംഗേൽ ഫ്ലൂ ഓവർ ദ റോസ് ട്രീ ടു ഗെറ്റ് റിയൽ റോസ് ഫോർ ദ സ്റ്റുഡൻറ്റ് ലവർ അല്ലേ. നൈറ്റിംഗേൽ എന്തിനാണ് പറന്നിറങ്ങിയത്, ടു ഗെറ്റ് റിയൽ റോസ് അല്ലേ, ശരിക്കുള്ള റോസ് എന്താണ് റെഡ് റോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ആ കുട്ടിക്ക് വേണ്ടി അല്ലേ, സ്റ്റുഡൻറ്റിന് ആ ലവറിന് വേണ്ടിയിട്ട് റെഡ് റോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് നൈറ്റിംഗേൽ അവിടേക്ക് പറന്നിറങ്ങിയത് അല്ലേ. ഓക്കെ, അങ്ങനെ എഴുതുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ, വേർ വാസ് ദ റോസ് ട്രീ ഗ്രോയിങ്. എവിടെയാണ് ഈ മരം റോസ് ട്രീ വളരുന്നത്, എവിടെയാണ് യെസ് എവിടെയാണ്, ദ റോസ് ട്രീ വാസ് ഗ്രോയിങ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. ഓക്കെ, ദ റോസ് ട്രീ എവിടെയാണ്, വാസ് ഗ്രോയിങ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ, സ്റ്റുഡൻസ് വിൻഡോന്റെ താഴെയായിട്ട് അല്ലേ. ദെൻ അടുത്ത് നോക്കൂ, വാട്ട് ഡിഡ് ദ നൈറ്റിംഗേൽ ഓഫർ ടു ദ റോസ് ട്രീ ടു ഗെറ്റ് റെഡ് റോസ്. അപ്പോൾ എന്താണ് നൈറ്റിംഗേൽ ഓഫർ ചെയ്ത് റെഡ് റോസ് ട്രീനോട്, ഈ റെഡ് റോസ് തരിക എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഞാൻ എന്ത് തരും എന്നാണ് നൈറ്റിംഗേൽ ഓഫർ ചെയ്തത്, ഞാൻ സ്വീറ്റസ്റ്റ് പാട്ട് പാടിത്തരാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നൈറ്റിംഗേൽ ഓഫേർഡ് ഹെർ സ്വീറ്റസ്റ്റ് സോങ് ടു ഗെറ്റ് എ റെഡ് റോസ് അല്ലേ. റെഡ് റോസ് തരികയാണെങ്കിൽ ഞാൻ പാട്ട് പാടിത്തരാന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ, വൈ വാസ് എ റോസ് ട്രീ അൺഎബിൾ ടു ഗിവ് എ റെഡ് റോസ്. എന്തുകൊണ്ടാണ് റോസ് ട്രീക്ക് ആ റെഡ് റോസ് കൊടുക്കാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ്, യെസ് ദ റോസ് ട്രീ വാസ് അൺഎബിൾ ടു ഗിവ് എ റെഡ് റോസ് ആസ് ദ വിന്റർ, ഇവിടെ WINTER ആട്ടോ, വിന്റർ ഹാസ് ചിൽഡ് ഇറ്റ്സ് വെയിൻ ആൻഡ് ദ ഫോറസ്റ്റ് ഹാസ് നിപ്ഡ് ഇറ്റ്സ് ബഡ്സ് അല്ലേ. അതാണ് കാരണം അല്ലേ. എന്താണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, നോക്കൂ ഇതാക്കട്ടെ എന്തുകൊണ്ടാണ്, ബട്ട് ദ വിന്റർ ഹാസ് ചിൽഡ് മൈ വെയിൻസ് ആൻഡ് ദ ഫ്രോസ്റ്റ്, എന്താണ് ഫ്രോസ്റ്റ് ആണ് കേട്ടോ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശരിയാക്കുക കേട്ടോ. ഫ്രോസ്റ്റ് ഹാസ് നിപ്ഡ് മൈ ബഡ്സ് അല്ലേ. ആൻഡ് ദ സ്റ്റോം ഹാസ് ബ്രോക്കൺ മൈ ബ്രാഞ്ചസ് എന്നും എഴുതാം കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ഈ റോസ് ട്രീക്ക് ആ റെഡ് റോസ് കൊടുക്കാൻ കഴിയാത്ത അല്ലേ. റീഡ് ദ ഫോളോയിങ് പാസേജ്, റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഹെഡ് നൗൺ ഇൻ ദ സബ്ജക്ട് പൊസിഷൻ. അപ്പോൾ ഈ സെൻറ്റൻസ് വായിച്ചിട്ട് ഇതിൻ്റെ ഹെഡ് നൗൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നോക്കൂ, ദ ബ്യൂട്ടിഫുൾ റോസ് ട്രീ ആൻസേർഡ് ദ നൈറ്റിംഗേൽ ദാറ്റ് ഇറ്റ് റോസസ് ആർ ആസ് റെഡ് ആസ് ദ ഫീറ്റ് ഓഫ് ദ ഡവ്. ഇതിൻ്റെ ഹെഡ് നൗൺ എന്താണ് നോക്കൂ, ഹെഡ് നൗൺ നോക്കൂ എന്താണ്, ദ ബ്യൂട്ടിഫുൾ റോസ് ട്രീ അല്ലേ. എന്താണ് ദ ബ്യൂട്ടിഫുൾ റോസ് ട്രീ ആണ് എന്ത് ഇതിൻ്റെ ഹെഡ് നൗൺ ആയിട്ട് വരുന്നത് അല്ലേ. മെയിൻ നൗൺ ഏതാണ് വരുന്നത്, റോസ് ബ്യൂട്ടിഫുൾ റോസ് ട്രീ, അവരാണ് ആൻസർ ചെയ്യുന്നത് അല്ലേ. ദെൻ Question 6 to 9, read the lines from the poem The Village Blacksmith and answer the questions that follow. എന്താണ് ഈ ലൈൻസ് വായിക്കുക, എന്നിട്ട് എന്താണ് വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് അല്ലേ. ഈ എന്നിട്ട് എന്താക്കുക ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ. എന്താണ് സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ, നമ്മൾ ഇപ്പോൾ ഇതിലുള്ള നില നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് തന്നെ അല്ലേ.
സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ അവിടെ എന്താ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ അടിയിൽ അല്ലെ, ആ മരത്തിൻ്റെ അടിയിൽ എന്താണ് വില്ലേജ് സ്മിത്തി സ്റ്റാൻഡ്സ്, ആ വില്ലേജ് സ്മിത്തി അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. ദ സ്മിത്ത് എ മൈറ്റി മാൻ ഈസ് ഹി വിത്ത് ലാർജ് ആൻഡ് sinewy hands and the muscles of his brawny arms are strong as iron bands അല്ലെ. മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ്, എന്താണ് ബ്രൗൺ കളറുള്ള ആംസും മസിൽസ് ഒക്കെ എന്താണ് മസിൽസ് കൈമിലുള്ള മസിൽസ് എന്താണ് സ്ട്രോങ്, അയണിൻ്റെ ഇട്ടാലും ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നത് അല്ലേ. വേർ ഡസ് ദ വില്ലേജ് സ്മിത്തി സ്റ്റാൻഡ്, എവിടെയാണ് ഈ വില്ലേജ് സ്മിത്തി സ്റ്റാൻഡ് ചെയ്യുന്നത്, നിൽക്കുന്നത് എവിടെയാണ്? അണ്ടർ ദ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ അല്ലേ. ഇവിടെ തന്നെ ഉണ്ട് ആൻസർ. അപ്പം വില്ലേജ് സ്മിത്തി സ്റ്റുഡ് അണ്ടർ എ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ അങ്ങനെ എഴുതുക കേട്ടോ. ദ വില്ലേജ് സ്മിത്തി സ്റ്റുഡ് അണ്ടർ എ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് ട്രീ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് ഹൗ ആർ ദ സ്മിത്ത്സ് ഹാൻഡ്സ് ഡിസ്ക്രൈബ്ഡ്, എങ്ങനെയാണ് ആ സ്മിത്തിന്റെ ഹാൻഡ്, സ്മിത്ത് എന്ന് അറിയാലോ അല്ലെ, അയാളെ ഹാൻഡ് എന്താണ് കൊല്ലെന്നൊക്കെ പറയില്ല അല്ലെ, ബ്ലാക്ക് സ്മിത്ത് അല്ലേ. അപ്പോൾ എന്താണ് അയാളെ ഹാൻഡ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നോക്കിയത് അവിടെ ഉണ്ട് അല്ലേ. with large and sinewy hands and muscles of his brawny arms as strong as iron bands. ഈ ലൈനുകളാണ് വരുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാം, ഇവിടെ the smith hands were large and sinewy എന്ന് പറയാം കേട്ടോ. ഇങ്ങനെയാണ് the smith hands were large and sinewy. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. എന്താ പറയുന്നത്, ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ് ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്. ഇവിടെ എന്താ പറയുന്നത്, ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ് ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്. വിച്ച് പോയറ്റിക് ഡിവൈസ് ഈസ് യൂസ്ഡ് ഇൻ ദിസ് ലൈൻ. ഈ പോയറ്റിക് ഡിവൈസ് ഇതിൽ ഈ ലൈനിൽ ഏത് പോയറ്റിക് ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? പോയറ്റിക് ഡിവൈസ് ഏതൊക്കെയാണ് നമുക്കറിയാം. സിമിലി, പിന്നെന്താണ് പേഴ്സോണിഫിക്കേഷൻ, ദെൻ മെറ്റാഫോർ, പിന്നെ അലിട്രേഷൻ ഒക്കെ അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾക്ക് ഏത് പോയറ്റിക് ഡിവൈസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിയേ. ഇതിന് നോക്കൂ, ലൈക്ക് ആസ് എന്നൊക്കെ ആണെങ്കിൽ എന്താ നമ്മൾ പറയാ, ലൈക്ക് ആസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ സിമിലി അല്ലേ. അപ്പോൾ അത് ലൈക്ക് പോലെ എന്നുള്ള അർത്ഥം വരുന്നതാണ് ലൈക്ക് ആസ് അല്ലേ. അത് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അത് സിമിലി ആണ് കേട്ടോ. സിമിലിയുടെ സ്പെല്ലിംഗ് എന്താ, SIMILE, സിമിലി. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിമിലി. ഇവിടെ നോക്കൂ, ഇവിടെ ഉണ്ടോ ലൈക്കോ ആസോ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ് ആർ സ്ട്രോങ് ആസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ്, സിമിലി ആണ് കേട്ടോ. SIMILE, സിമിലി കേട്ടോ. ഓക്കെ, ഇനി എന്താണ് മെറ്റഫോർ ആണ് വരുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ പറയാ, മെറ്റഫോർ ആണ് വരുന്നതെങ്കിൽ എന്താണ്, അത് തന്നെ അല്ലെ, ഒന്ന് മറ്റൊന്നാന്ന് പറയുന്നത് തന്നെ അല്ലെ, അതാണ് എന്ന് പറയുന്നത് അല്ലെ, ഈസ് വരും കേട്ടോ. അതായത് ലൈഫ് ഈസ് ഡ്രീം അല്ലെ, ലൈഫ് എന്ന് പറഞ്ഞാൽ ഡ്രീം സ്വപ്നമാണ് കേട്ടോ. ആ ആണെന്ന് പറയുന്നത് എന്താ, മെറ്റഫോർ അല്ലെ. ഒന്ന് മറ്റൊന്നാന്ന് പറയുന്നതാണ് എന്ത്, മെറ്റഫോർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ജീവനില്ലാത്ത വസ്തു അല്ലെങ്കിൽ മനുഷ്യരല്ലാത്ത ഏത് വസ്തു മനുഷ്യരെ പോലെ എന്ന് പറയുമല്ലോ. എന്താ ഇപ്പോൾ സ്റ്റാർസ് സ്മൈൽസ് അറ്റ് മീ അല്ലെ, എന്താ സ്റ്റാർ എന്നെ നോക്കി ചിരിച്ചു, സ്റ്റാർ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടോ? പക്ഷെ അവിടെ എന്താണ്, അവിടെ സ്റ്റാർ സ്മൈൽസ് അറ്റ് മീ എന്ന് പറയുമ്പോൾ എന്താണ് ചിരിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്, മനുഷ്യരെ പോലെ എന്താണ് ബിഹേവ് ചെയ്യുന്നതാണ് അല്ലെ, അതാണ് പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, ദെൻ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയത്തിന്റെ ഒരു ലൈനിൽ സെയിം കൺസോണന്റ് സൗണ്ട് വരുന്നത്. ഓക്കെ, സെയിം കൺസോണന്റ് സൗണ്ട് വരുന്നത്, അതായത് കൺസോണന്റ് സൗണ്ട് പറഞ്ഞാൽ എന്താ, വവ്വൽസ് അല്ലാത്ത സൗണ്ടുകൾ അല്ലെ. വവ്വൽസ് പറഞ്ഞാൽ AEIOU അതല്ലാത്ത വേർഡ്സ് എന്താണ്, സൗണ്ടുകളാണ് എന്ത്, കൺസോണന്റ് സൗണ്ട് അല്ലെ. അപ്പൊ അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ അലിട്രേഷൻ എന്താ പറയാ, അപ്പോൾ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ് ആർ ഫുൾ സ്പ്രെഡ് ഹിയർ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ F റിപ്പീറ്റേഷൻ ചെയ്ത് കണ്ടില്ലേ, ഫുൾ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ് ഫുൾ ഒക്കെ F ആണ് അല്ലേ. അപ്പൊ എന്താണ്, അത് അലിട്രേഷൻ. ഓക്കെ, ഒരു ലൈനിൽ തന്നെ സെയിം കൺസോണന്റ് സൗണ്ട് വരുന്നതാണ് എന്ത്, ഒന്നല്ല രണ്ടിൽ കൂടുതൽ വരും. ഓക്കെ, ചിലപ്പോൾ 3, 4 വരും, ചിലപ്പോൾ 2 വരും കേട്ടോ. അപ്പൊ അതാണ് എന്ത്, അലിട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മറക്കൂലല്ല, അറിയുന്ന ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി എന്താക്കുക, റിവൈൻഡ് ചെയ്തിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പോയറ്റിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. അടുത്ത് ഫൈൻഡ് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് വിഷ്വൽ ഇമേജ് ഫ്രം ദ ലൈൻസ് ഗിവൺ. ഇനി എന്താണ്, ഈ തന്നിരിക്കുന്ന ലൈനിൽ എന്താണ് വിഷ്വൽ ഇമേജ് വരുന്നതിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ അല്ലേ. ഏതൊക്കെയാണ് ആ ലൈൻസിൽ വരുന്നത് നോക്കിയേ. അപ്പൊ ഏതൊക്കെയാന്ന് നോക്കിയാ, എ സ്പ്രെഡിങ് ചെസ്റ്റ്നട്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് സ്പ്രെഡ് ചെയ്യിക്കുന്ന ചെസ്റ്റ്നട്ട് എന്ന് പറയുന്നില്ലേ. അപ്പൊ നമ്മൾ മനസ്സിലേക്ക് വരാം അല്ലെ, മരം ഇങ്ങോട്ട് മനസ്സിലേക്ക് വരുന്നില്ലേ, അതാണ് വിഷ്വലായിട്ട് കാഴ്ചയായിട്ട് വരിക അല്ലെ.
ട്രീ എന്ന് പറയുമ്പോൾ കാഴ്ചയായിട്ട് വരുന്നില്ലേ, സ്വിനി ഹാൻഡ്സ്, ആ ഹാൻഡ് കയ്യിൽ എന്താണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നില്ല ആ ചിത്രം. ദ മസിൽസ് ബ്രൗണി ആംസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വിഷ്വൽ ആണ്, നമ്മളെ മനസ്സിലേക്ക് ആ ചിത്രം കൊണ്ട് വരുന്നതാണ് എന്ത് വിഷ്വൽ ഇത് വരുന്നത് കേട്ടോ. എന്താണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ, വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ക്വസ്റ്റ്യൻ 10 to 14 ആണ് കേട്ടോ. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്താണ് ഈ പാസേജ് വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. There was a king with only one leg and one eye, but was generous and competent as a ruler. One day, while walking in his palace, the king noticed the portrait of his ancestors along the hallway. He also wanted his portrait painted by an artist, but was unsure how it would turn out due to his physical abnormalities. എന്താ അവിടെ ഒരു ദിവസം രാജാവ് എന്താണ് രാജാവിന് ഒരു ലെഗേ ഉള്ളൂ അല്ലേ, ഒരു കണ്ണേ ഉള്ളൂ അല്ലേ, എന്താണ് അയാൾ റൂളറാണ് അല്ലേ, രാജാവാണ് അല്ലേ. ഒരു ദിവസം എന്താണ് അയാൾ പാലസിലൂടെ നടക്കുമ്പോൾ എന്താണ് അവരുടെ പൂർവികരെ ആൻസസ്റ്റേഴ്സിൻ്റെ ചിത്രങ്ങളൊക്കെ ഛായാചിത്രങ്ങളൊക്കെ ചുമരിൽ കണ്ടു അല്ലേ. അപ്പോൾ അയാൾക്ക് എന്താക്കി തോന്നി, രാജാവിന് അയാളെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് അയാളെ പോർട്രേറ്റും അയാളെ ചിത്രവും വരപ്പിക്കണം തോന്നി അല്ലേ. പക്ഷേ എന്താണ് അയാളുടെ ഫിസിക്കൽ അബ്നോർമാലിറ്റീസിൻ്റെ കാരണം കൊണ്ട് അയാൾക്ക് എങ്ങനെ ഷുവർ ആവും എന്നുള്ളത് ഉറപ്പില്ലായിരുന്നു. The king invited all the painters across the kingdom and asked who could paint a beautiful picture of him. അപ്പോൾ രാജാവ് എന്താക്കി അവിടെയുള്ള എല്ലാ പെയിൻറ്റേഴ്സിനെയും വിളിച്ചില്ല, കിങ്ഡത്തിൽ രാജ്യത്തുള്ള എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞ് എന്താണ് എനിക്ക് എൻ്റെ നല്ലൊരു പോർട്രേറ്റ് എന്താക്കണം പെയിൻറ് ചെയ്യാൻ പറ്റുന്ന ആർക്കാന്ന് ചോദിച്ചില്ലേ. The painters were confused about how to make a beautiful picture of the king with only one leg and one eye. അപ്പോൾ പെയിൻറ്റേഴ്സൊക്കെ കൺഫ്യൂസ്ഡ് ആയി അല്ലേ, എന്താ ഒരു ലെഗും ഒരു ഐയും ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രം അയാളെ വരയ്ക്കുക എന്നുള്ളത് കൺഫ്യൂഷനായി അവർക്ക് അല്ലേ പെയിൻറ്റേഴ്സിന്. ഓൾ ദ പെയിൻറ്റേഴ്സ് പൊളൈറ്റ്ലി റിഫ്യൂസ് ടു മേക്ക് പെയിൻറ്റിങ് ഓഫ് ദ കിങ്. എല്ലാവരും എന്താക്കി ഈ രാജാവിനെ പെയിൻറ് ചെയ്യുന്നത് എന്താക്കി പോർട്രേറ്റ് വരയ്ക്കുന്നതിൽ നിരസിച്ചു അല്ലേ. Then one young painter came forward and ensured to make a beautiful portrait of the king. അപ്പോൾ എന്താക്കി ഒരു യങ് പെയിൻറ്റർ എന്താക്കി വന്നു അല്ലേ, എന്താ പറഞ്ഞത്, ഞാൻ വരച്ചോളാം രാജാവിൻ്റെ ബ്യൂട്ടിഫുൾ പോർട്രേറ്റ് വരച്ചോളാം എന്ന് പറഞ്ഞില്ല, ചിത്രം വരച്ചോളാം പറഞ്ഞില്ലേ. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ യങ് പെയിൻറ്റർ unveiled the portrait in the court in which the king was seen sitting on the horse with one leg visible. അപ്പോൾ എന്താക്കി യങ് പെയിൻറ്റർ എന്താക്കി അയാൾ പോർട്രേറ്റ് വരച്ചില്ലേ. എങ്ങനെയാണ് രാജാവ് ഒരു കുതിരപ്പുറത്ത് ഒരു ലെഗ് മാത്രമേ വിസിബിൾ ആവുന്നില്ലേ, കുതിരപ്പുറത്ത് ഇരിക്കുന്ന ആ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ഹോൾഡിങ് ഹിസ് ബോ ആൻഡ് എയിമിങ് ദ ആരോ വിത്ത് വൺ ഐ ക്ലോസ്ഡ്. അപ്പോൾ എന്താ രാജാവ് എന്താണ് വില്ല് കൊലച്ചിട്ട് എന്താണ് ഒരു ആരോ അല്ലേ, അതായത് അമ്പും വില്ലുണ്ടല്ലോ, ഒരു കണ്ണ് പൂട്ടിയിട്ട് എന്താണ് എയിം ചെയ്യുന്നതാണ്, ലക്ഷ്യം വെച്ച് ആരോ അയ്യുന്ന ഇതാണെന്ത് അയാൾ വരച്ചത് അല്ലേ. There was no sign of physical deficiencies in the king in the painting. അതിലെന്താണ് അയാളെ രാജാവിൻ്റെ ഒരു ഫിസിക്കൽ ഡെഫിഷ്യൻസി ഒരു സിമ്പലും ഇല്ല അല്ലേ, അയാൾക്ക് ഇങ്ങനെ ഒരു ലെഗില്ലാന്ന് ഒരു കണ്ണില്ല എന്നുള്ളതൊന്നും അതിൽ കാണുന്നില്ല അല്ലേ. The king was pleased to see that the painter had creatively presented the king's positive characteristics but not highlighted the abnormalities. അപ്പോൾ കിങ്ങിന് ഭയങ്കര ഹാപ്പി ആയില്ലേ, പെയിൻറ്റർ ഭയങ്കര ക്രിയേറ്റീവ് തിങ് അല്ലേ, രാജാവിൻ്റെ പോസിറ്റീവ് ക്യാരക്ടറാണ് അല്ലേ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അയാൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ, അയാളെ അബ്നോർമാലിറ്റീസ് ഒക്കെ അവിടെ ഒഴിവാക്കി വിട്ടിട്ട്. അപ്പോൾ അതാണ് സ്റ്റോറി. ദെൻ ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് വർ ദ ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ഓഫ് ദ കിങ്. രാജാവിൻ്റെ ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് എന്താണ് ഫിസിക്കൽ അബ്നോർമാലിറ്റീസ്? ഒരു ലെഗും ഒരു കണ്ണും ഇല്ല അല്ലേ. അപ്പോൾ നോക്കിയേ എന്താണ്, ദ കിങ് ഹാസ് ഓൺലി വൺ ഐ ആൻഡ് വൺ ലെഗ് അല്ലേ, രാജാവിന് എന്താണ് ഒരു കണ്ണും ഒരു ലെഗും മാത്രമേ ഉള്ളൂ അല്ലേ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഡിഡ് ദ കിങ് നോട്ടീസ് വൈൽ ഹി വാസ് വാക്കിംഗ് ഇൻ ദ പാലസ്. എന്താണ് രാജാവ് നോട്ടീസ് ചെയ്തത്? അയാൾ പാലസിലൂടെ നടക്കുമ്പോൾ അയാൾ എന്താ കണ്ടത്? ആൻസസ്റ്റേഴ്സിൻ്റെ എന്താ കണ്ടത്? പോർട്രേറ്റിലെ ആൻസസ്റ്റേഴ്സിൻ്റെ പോർട്രേറ്റ്. വൈൽ വാക്കിംഗ് ഇൻ ഹിസ് പാലസ് ദ കിങ് നോട്ടീസ് ദ പോർട്രേറ്റ് ഓഫ് ഹിസ് ആൻസസ്റ്റേഴ്സ് അലോങ് ദ ഹാൾവേ അല്ലേ. എന്താ ആൻസസ്റ്റേഴ്സിൻ്റെ പോർട്രേറ്റ് ആണ് ഹാൾവേയിലൂടെ നടക്കുമ്പോൾ കണ്ടത് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വൈ വർ ദ പെയിൻറ്റേഴ്സ് കൺഫ്യൂസ്ഡ്. എന്തുകൊണ്ടാണ് പെയിൻറ്റേഴ്സ് കൺഫ്യൂസ് ആയത്? യെസ്, എന്താണ് പെയിൻറ്റർ വർ കൺഫ്യൂസ്ഡ് അബൌട്ട് ഹൗ ടു മേക്ക് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ദ കിങ് വിത്ത് ഓൺലി വൺ ലെഗ് ആൻഡ് വൺ ഐ. എങ്ങനെയാണ് ഒരു ലെഗും ഒരു ഐയുള്ള രാജാവിൻ്റെ നല്ല ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് കൺഫ്യൂസ്ഡ് ആയത് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, എന്താണ്, how did the painter cleverly hide the abnormalities of the king in his portrait. എങ്ങനെയാണ് ആ പെയിൻറ്റർ ബുദ്ധിപരമായിട്ട് രാജാവിൻ്റെ അബ്നോർമാലിറ്റീസ് ഹൈഡ് ചെയ്തത്, ഒളിപ്പിച്ച് വെച്ചിട്ട് അയാളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രം വരച്ചല്ലോ, അതെങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നോക്കൂ, എങ്ങനെയാണ്
The painter cleverly hid the abnormalities of the king by drawing the portrait of the king sitting on the horse, with one leg visible, holding his bow and aiming the arrow with one eye closed. അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ഗീവ് എ സൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ടൈറ്റിൽ ചോദിക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്താണ് ഈ കഥേൻ്റെ സ്റ്റോറി വായിച്ചു നോക്കുക. അതിനനുസരിച്ചുള്ള ഒരു ഹെഡിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി അഥവാ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്താണ് നിങ്ങൾ പെയിൻറ്റർ എന്താ കിങ്ങോ അതിലുള്ള ക്യാരക്ടറുടെ പേരാണ് എടുത്തിരിക്കാൻ മതി. മെയിനായിട്ട് നിങ്ങൾ എന്താണ് ആദ്യം നോക്കുക, സ്റ്റോറി വായിച്ചു നോക്കുക. സ്റ്റോറി വായിച്ചിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കുക, അതിൻ്റെ ഹെഡിങ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഹെഡിങ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. ഇനി അഥവാ കിട്ടാത്തവർക്കാണ് ഞാൻ പറയുന്നത് എന്താണ് അതിലുള്ള ക്യാരക്ടറെ ആൾക്കാർ എന്തായാലും മെയിൻ ക്യാരക്ടേഴ്സ് ആരാണോ ഓരോ പേര് അങ്ങോട്ട് എഴുതിയാൽ മതി. ഇവിടെ ഇപ്പം എന്താണ് പെയിൻറ്റർ ആൻഡ് കിങ് എന്നില്ല, അങ്ങനെ എഴുതിയാലും മതി. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം മെയിനായിട്ട് എന്താ ഈ സ്റ്റോറിയിൽ ഇതാക്കുന്നത് ഒരു പെയിൻറ്ററെ ക്ലെവറാണ് അല്ലേ. അപ്പം നമുക്ക് എന്താക്കാം ബുദ്ധിമാനായ പെയിൻറ്റർ എന്നൊക്കെ കൊടുക്കുക അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഹെഡിങ് കൊടുക്കുക, ദ ഗ്രേറ്റ് പെയിൻറ്റർ എന്നൊക്കെ കൊടുക്കുക അല്ലേ. ക്ലെവർലി പെയിൻറ്റർ എന്നോ ഗ്രേറ്റ് പെയിൻറ്റർ എന്നൊക്കെ കൊടുക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ 15 to 16. ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ്. 15 to 16 എന്താണ് ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ 5 മാർക്കിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ദ സ്റ്റോറി ലൈറ്റ് ഓൺ ദ ഹിൽസ് ഈസ് അബൌട്ട് എ ബോയ് ഹു വാണ്ട്സ് ടു ഡ്രോ എ ബ്യൂട്ടിഫുൾ പിക്ചർ. He finally came up with a wonderful painting appreciated by everyone. He was filled with the thought of his sister that day and poured down his feelings in the form of a diary. Prepare a likely diary entry. ഒരു ഡയറി എൻട്രി ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റോറി ലൈറ്റ് ഓൺ ദി ഹില്ലുള്ള അല്ലേ. ഒരു ബോയ് എന്താണ് ഒരു ബ്യൂട്ടിഫുൾ ആയ ചിത്രം വരയ്ക്കണം അല്ലേ. അപ്പോൾ അവൻ എന്താക്കി നല്ല സ്ഥലത്തേക്ക് ഹി ഫൈനലി കെയിം അപ്പ് വിത്ത് എ വണ്ടർഫുൾ പെയിന്റിംഗ് അപ്രീഷിയേറ്റഡ് ബൈ എവറി വൺ. അവനൊരു ചിത്രം വരച്ച എല്ലാവരും അവനെ അപ്രീഷിയേറ്റ് ചെയ്തു അല്ലേ. ഹി വാസ് ഫീൽഡ് വിത്ത് എ തോട്ട് ഓഫ് ഹിസ് സിസ്റ്റർ. അവൻ്റെ സിസ്റ്റർ അപ്പം ചിന്തിച്ചു അല്ലേ. ദാറ്റ് ഡേ ആൻഡ് പോർഡ് ഡൗൺ ഹിസ് ഫീലിങ്സ് ഇൻ ദ ഫോം ഓഫ് എ ഡയറി. അപ്പോൾ എന്താക്കി അവൻ്റെ ഫീലിങ്സ് എന്താണ് സിസ്റ്റർ മരിച്ചു പോയിരുന്നു അല്ലേ. അപ്പോൾ ആ സിസ്റ്ററെ കുറിച്ചുള്ള ഓർമ്മകളും ഇതൊക്കെ അന്ന് രാത്രി അവന് ഫീലിങ്സും ഒക്കെ എഴുതി ഒരു ഡയറിയിൽ എഴുതാൻ വിചാരിച്ചില്ലേ. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എങ്ങനെ ഡയറി എഴുതാ നോക്കൂ. അപ്പോൾ ഡേ അല്ലേ, ഡയറി എഴുതുമ്പോൾ എന്താണ് ഡേ എഴുതണം അല്ലേ, ഡേറ്റ് എഴുതണം, ടൈം എഴുതുക. ഓക്കെ. ഈ ഡയറി എഴുതുമ്പോൾ ഇങ്ങനെ ഇത് 3 എഴുതുക കേട്ടോ. നിങ്ങൾ ആദ്യം ഡേ, ഡേറ്റ്, ടൈം. അതിന് ശേഷം ടുഡേ വാസ് ഇൻക്രെഡിബിൾ, ഐ ഹാവ് ബീൻ. ആ കണ്ടന്റ് എന്താ വെച്ചാൽ എഴുതുക. എന്നിട്ട് എന്താണ് ഇങ്ങനെ എഴുതുക, നിങ്ങളെ പേരെന്താ വെച്ചാൽ എഴുതുക കേട്ടോ. അണ്ടിൽ നെക്സ്റ്റ് ടൈം എന്ന് അവന്തിക നിങ്ങളെ പേരെന്താണ് അത് എഴുതുക. ഓക്കെ. അപ്പോൾ എന്താണ് ആ ഡയറിയിൽ നോക്കിയത്, ടുഡേ വാസ് ഇൻക്രെഡിബിൾ, ഐ ഹാവ് ബീൻ ഡ്രീമിങ് ഓഫ് ക്രിയേറ്റിംഗ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഫോർ സോ ലോങ് ആൻഡ് ഫൈനലി ദി ഹാപ്പൻ ഇറ്റ്, ഐ poured my heart into it, thinking of my dear sister all the while. The joy of everyone appreciating my painting is beyond words. I feel grateful and inspired to keep expressing my feelings through art. ഓക്കെ. ഇതാണ് എന്ത് ഡയറി എൻട്രി കേട്ടോ. ലാസ്റ്റ് നിങ്ങളെ പേരും എഴുതണം കേട്ടോ. ഈ ഡേ, ഡേറ്റ്, ടൈം ഉണ്ടായിരിക്കണം ഡയറി എൻട്രിയിൽ. പിന്നെ ലാസ്റ്റ് ഈ പേരും കൊടുക്കുക കേട്ടോ. അണ്ടിൽ നെക്സ്റ്റ് ടൈം ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ഇതാണ് അല്ലേ. അപ്പോൾ എന്താ ഇങ്ങനെ ഡയറി എൻട്രിയിൽ അതുണ്ടായിരിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് 16th question. Then next 16th എന്താണ് റോസ പാർക്സ് is called the first lady of civil rights and the mother of the freedom movement in the United States of America. റോസ പാർക്ക് എന്ന് പറഞ്ഞ ഫസ്റ്റ് ലേഡി ആണ് അല്ലേ. സിവിൽ റൈറ്റിനെ എന്താണ് മദർ ഓഫ് ദ ഫ്രീഡം മൂവ്മെന്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അല്ലേ. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട്. നമ്മൾ ആ ചാപ്റ്റർ നമുക്ക് അറിയുന്നതാണ് അല്ലേ, റോസ പാർക്കിനെ കുറിച്ചിട്ടുള്ള അല്ലേ. ആ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ആ ബസ്സിൽ പോകുമ്പം എന്താണ് ഈ വർണ്ണവിവേചനമൊക്കെ ഉണ്ടായിട്ട് ബസ്സിൽ എണീക്കാനൊക്കെ പറഞ്ഞിട്ട് എന്താ പോലീസൊക്കെ പിടിച്ചിട്ടുണ്ടായില്ല അതില്ലേ. ദെൻ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഇൻസിഡന്റ് ദാറ്റ് ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് റോസ പാർക്ക് ഇൻ ദ ടൗൺ മോണ്ടഗമറി അല്ലേ. എന്താണ് ആ ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. ആ ഇൻസിഡന്റ് എന്താ റോസ പാർക്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടേയില്ല ആ ടൗൺ മോണ്ടഗമറിയിൽ. അവിടുന്ന് എന്താണ് ആ ഇൻസിഡന്റിനെ കുറിച്ചിട്ട് അറസ്റ്റ് ചെയ്തില്ല ഇൻസിഡന്റിനെ കുറിച്ചിട്ടൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, Rosa Parks became an icon of the civil rights movement because of her brave action on a Montgomery bus. One day after a long day of work, she boarded the bus and sat in the section reserved for black passengers. When the white section filled up, the driver demanded that Rosa Parks give up her seat for a white passenger. But she refused to give in to his unjust demand. Her refusal to move sparked a pivotal moment in history, leading to her arrest. This single act of defense became a catalyst for the Montgomery bus boycott and played a crucial role in the fight
against racial segregation in the United States. Okay, then next 17th ആൻസർ എനി ടു ഓഫ് ദ ഫോളോയിങ് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 5 മാർക്കിൻ്റെ ആണ്. ദ സ്റ്റോറി ഓഫ് നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് ടെൽ us about the strong bond between man and the nature. As part of the English week, the English club of your school has decided to conduct a seminar on the topic man and the nature. As the secretary of the ഇംഗ്ലീഷ് ക്ലബ് പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പർപ്പസ്. എന്താണ് പറയുന്നത്? ആ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്റ്റ് എന്താണ്? നമുക്കൊരു സ്ട്രോങ് ബോണ്ട് അല്ലേ, മനുഷ്യനും നേച്ചറും തമ്മിലൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ട് അല്ലേ. അതെന്താണ് ഇംഗ്ലീഷ് വീക്കിൽ എന്താണ് ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്ത് അല്ലേ. ടോപ്പിക് എന്താണ്? മാൻ ആൻഡ് നേച്ചർ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എന്താണ് ഇംഗ്ലീഷ് ക്ലബിൻ്റെ സെക്രട്ടറിന്ന് എന്താണ് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോട്ടീസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക നോക്കൂ. നോട്ടീസ് എഴുതുമ്പോൾ എന്താ നോട്ടീസ് എഴുതുക അല്ലേ. നിങ്ങൾ എന്താക്കുക, ലേ ഔട്ടൊക്കെ വരയ്ക്കുക കേട്ടോ, ചുറ്റിനും വരയ്ക്കുക. എന്നിട്ട് സെമിനാർ ഓൺ മാൻ ആൻഡ് നേച്ചർ. ഇനി നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ, ഇതന്നെ ആവണമെന്നില്ല കേട്ടോ. നോട്ടീസിന് ഹെഡിങ് കൊടുക്കുക, അതിന് പറ്റിയൊരു ഹെഡിങ്ങും കൊടുക്കുക എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത് അല്ലേ. പിന്നെ ലാസ്റ്റ് എന്താക്കുക ഇംഗ്ലീഷ് ക്ലബ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് എഴുതുക കേട്ടോ, പേരൊക്കെ എഴുതുക. അപ്പോൾ ഇംഗ്ലീഷ് ക്ലബ് ആയിട്ട് AVHSS അല്ലേ, എന്താ ഒരു സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ഇൻ ഹോസ്റ്റിംഗ് എ സെമിനാർ അബൌട്ട് മാൻ ആൻഡ് നേച്ചർ. കം ജോയിൻ അസ് 26 September 2013 at 3:30 PM ടു എക്സ്പ്ലോർ അവർ കണക്ഷൻ വിത്ത് നേച്ചർ. ഓൾ സ്റ്റുഡൻസ് ആർ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താക്കുക നോട്ടീസ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 18 റോസ പാർക്ക് വാസ് ആൻ ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്. The incident that happened in Montgomery led to the historic judgments of the Supreme Court. You have decided to write a letter to appreciate Rosa Parks for her courage and willpower to fight against with white people in the USA. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ തീരുമാനിച്ചത് റോസ് പാർക്കിന് ഒരു കത്ത് എഴുതാനല്ലേ. ഈ വൈറ്റ് പീപ്പിൾ ഇൻ ദ USA ഉള്ളവർക്കെതിരായിട്ട് എന്താണ് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചതിനെ കുറിച്ചൊക്കെ ഒരു കത്ത് എഴുതാനാണ് അല്ലേ. റോസാ പാർക്കിന് കത്ത് എഴുതാനാണ് തീരുമാനിച്ചത്. ആ കത്ത് എങ്ങനെയാണ് ഉണ്ടായിരിക്കും നോക്കൂ. കത്ത് എഴുതുമ്പോൾ എന്താണ് പ്ലേസും ഡേറ്റും എഴുതുക കേട്ടോ. പിന്നെ ഡിയർ റോസാ പാർക്കിലാണല്ലോ എഴുതുന്നത്. അപ്പോൾ ഡിയർ റോസാ പാർക്ക്. പിന്നെ കണ്ടന്റ് എഴുതുക. പിന്നെ ലാസ്റ്റ് എന്തൊക്കെ വിത്ത് ഡീപ്പ് അഡ്മിറേഷൻ. പിന്നെ നിങ്ങളെ പേര് എഴുതുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് നോക്കുക. ഐ വാണ്ട് ടു താങ്ക് യു ഫോർ യുവർ ബ്രേവറി ആൻഡ് സ്ട്രെങ്ത് ഇൻ സ്റ്റാൻഡിംഗ് അപ്പ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. Your actions in Montgomery inspired a historic Supreme Court ruling. Your courage is truly remarkable and has made a lasting impact on civil rights in the USA. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് എന്താക്കുക ഒരു ലെറ്ററൊക്കെ എഴുതുക കേട്ടോ. അപ്പോൾ പ്ലേസ് വേണം, ഡേറ്റ് വേണം, പിന്നെ ഡിയർ എന്ന് പറഞ്ഞ് കൊടുക്കുക. പിന്നെ നിങ്ങളെ കണ്ടന്റ് എഴുതുക. പിന്നെ ലാസ്റ്റ് എന്താണ് ലവിങ്ങിലോ അല്ലെങ്കിൽ വിത്ത് ഡീപ്പ് അഡ്മിറേഷനോ ഒക്കെ കൊടുത്തിട്ട് നിങ്ങളെ പേര് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് 19 എന്താണ് പ്രിപ്പയർ എ പ്രൊഫൈൽ ഖലീൽ ഗിബ്രാൻ യൂസിങ് ദ ഹിൻസ് ഗിവൺ. എന്താ ഖലീൽ എന്താണ് ഗിബ്രാനെ കുറിച്ചിട്ട് തന്നിരിക്കുന്ന ഹിന്റ് വെച്ചൊരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നെയിം ഉണ്ട്, ബർത്ത് തന്നു, നാഷണാലിറ്റി, ഓക്യുപ്പേഷൻ, നോട്ടബിൾ വർക്ക്സും ഡെത്തൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താണ് പേരും ബർത്തൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഹിന്റുകളൊക്കെ നിങ്ങൾ എഴുതുന്നതിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇങ്ങനെ എഴുതുക അല്ലേ. നോക്കൂ, ഖലീൽ ഗിബ്രാൻ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക. ഖലീൽ ഗിബ്രാൻ വാസ് ബോൺ ഓൺ January 6, 1883 അല്ലേ. ഇത് അവിടെ തന്നിട്ടുണ്ട് അല്ലേ, ബോൺ അല്ലേ 6 January 1883 മോൺ ലെബനൻ എന്നൊക്കെ പറഞ്ഞ് എഴുതുക കേട്ടോ. പിന്നെന്താ was a Lebanese American writer, poet, visual artist and philosopher. He wrote notable works such as The Prophet, The Madman and The Broken Wings. ഇതൊക്കെ തന്നതാണ് കേട്ടോ, അതൊക്കെ എഴുതുക. റിഫ്ലക്ട് ഹിസ് പ്രൊഫൗണ്ട് ഇൻസൈറ്റ് ഇൻ ടു ലൈഫ്, സ്പിരിച്വാലിറ്റി ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്. ഇറ്റ്സ് റൈറ്റിംഗ് ടച്ച്ഡ് ദ ഹാർട്ട്സ് ഓഫ് മെനി ട്രാൻസിറ്റിംഗ് കൾച്ചറൽ ബൗണ്ടറീസ്. തന്നിരിക്കുന്ന പോയിന്റുകളാണ്, ആ പോയിന്റുകളൊക്കെ വെച്ച് നിങ്ങൾ കൊടുക്കുക കേട്ടോ, അങ്ങനെ എഴുതുക. Gibran's legacy endured beyond his death on April 10, 1931 in New York City, USA, leaving a lasting impact on literature and philosophy with his profound and timeless wisdom. ഓക്കെ, 5 മാർക്കിൻ്റെ ആണ്. ഒരു തന്നിരിക്കുന്ന ഹിന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക ഇങ്ങനെ ബോൺ ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കുക കൊടുക്കുക. ചിലത് വാസീസൊക്കെ അറിയാത്തവരെന്താക്കുക നാഷണാലിറ്റീസ് എന്താണ് ഖലീൽ ഗിബ്രാൻസ് നാഷണാലിറ്റി ഈസ് ലെബനീസ് ആൻഡ് അമേരിക്കൻ. പിന്നെന്താണ് ഹിസ് ഒക്യുപ്പേഷൻ ഈസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കൊടുക്കുക കേട്ടോ. അറിയുന്നവരെന്താക്കുക അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ 20 to 24. സ്റ്റഡി ദ ഡയഗ്രാം ഓൺ ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ സ്റ്റുഡൻസ് ലൈഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്താണ് ഇതൊരു ഡയഗ്രാമാണ് അല്ലേ. ആ ഡയഗ്രാം വായിച്ച് പഠിച്ചതിന് ശേഷം എന്താണ് ഈ സോഷ്യൽ മീഡിയ സ്റ്റുഡൻസിൻ്റെ മേലുള്ള സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് സ്റ്റുഡൻസ് ലൈഫിൻ്റെ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഹെൽത്ത് ഇഷ്യൂസ് അല്ലേ, പിന്നെ വേസ്റ്റ് ഓഫ് ടൈം,
ഇൻസോംനിയ, ഡിസ്ട്രാക്ഷൻ, ഡിപ്രഷൻ, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഇതൊക്കെ നിങ്ങൾ എന്താണ് ഒരു ഡയഗ്രാമായി തന്നിട്ടുണ്ട് അല്ലേ. അറ്റ് ഈസ് എ മേജർ ഹെൽത്ത് ഇഷ്യൂ കോസ്ഡ് ബൈ ദ എക്സസ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. അപ്പോൾ അവിടെ ചോദിക്കുന്നത് എന്താണ് മേജർ ഹെൽത്ത് ഇഷ്യൂ ചെയ്യുന്നതിന് കാരണം എന്താണ്? ഈ എക്സസ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിനുള്ള എക്സസ് യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? സ്റ്റഡി ദ ഡയഗ്രാം ഓൺ ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ സ്റ്റുഡൻസ് ലൈഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്താണ് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ, സ്റ്റുഡൻസിന്റെ ലൈഫിൽ സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ്, പ്രതികൂല സ്വാധീനങ്ങളെ കുറിച്ചുള്ള ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. അത് പഠിച്ചിട്ട് എന്താക്കുക, ഈ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വാട്ട് ഈസ് എ മേജർ ഹെൽത്ത് ഇഷ്യൂ കോസ്ഡ് ബൈ ദ എക്സസ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ അവിടെ പറഞ്ഞത്? ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രധാന ആരോഗ്യ പ്രശ്നം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ് പ്രധാന ആരോഗ്യ പ്രശ്നം? എന്താണ്? ഡിപ്രഷൻ അല്ലേ. എന്താണ്? ഡിപ്രഷനാണ് അല്ലേ. സോഷ്യൽ മീഡിയ അമിത ഉപയോഗം കൊണ്ടുണ്ടാകുന്ന പ്രധാന ആരോഗ്യ പ്രശ്നം എന്താണ്? ഡിപ്രഷനാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? വിച്ച് ടു ഇമ്പാക്ട് ഹാപ്പൻ ഈക്വലി ആസ് പെർ ദ ഡയഗ്രാം ഗിവൺ. തന്നിരിക്കുന്ന ഡയഗ്രാം അനുസരിച്ച് തുല്യമായി സംഭവിക്കുന്ന രണ്ട് ഇമ്പാക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇമ്പാക്ട്? ഈക്വൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഇതിൽ ഏതാ വരുന്നത്? ഈക്വൽ ആയിട്ടുള്ള ഇമ്പാക്ട് നോക്കൂ. ഏതാണ്? ഇൻസോംനിയ ആൻഡ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അല്ലേ. എന്താണ്? ഇൻസോംനിയും സൈക്കോളജിക്കൽ പ്രോബ്ലംസും ആണ് എന്ത് തുല്യമായി. കണ്ടോ? ഇത് ഇൻസോംനിയ, ഇത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. അത് രണ്ട് ഈക്വൽ അല്ലേ വരുന്നത്? 5ലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പം ഇൻസോംനിയും സൈക്കോളജിക്കൽ പ്രോബ്ലംസും ആണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ. ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ ആർ അഫക്റ്റഡ് ബൈ ഡിപ്രഷൻ. എന്താണ്? ഡാഷ് പെർസെൻറ്റേജ് കുട്ടികൾ എന്താണ് ഈ വിഷാദ രോഗം, ഡിപ്രഷൻ ബാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിപ്രഷൻ ബാധിക്കുന്ന എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കിയേ. എത്രയാ? എത്രയാണ്? 20% അല്ലേ. എത്രയാണ്? 20%. കണ്ടോ ഇവിടെ 20 അല്ല കാണിക്കുന്നത്, ഇതിന്റെ വരുമ്പോൾ ഇപ്പൊ 20% കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് എ സെക്കൻഡ് മേജർ ഇഷ്യൂ ഫേസ്ഡ് ബൈ ചിൽഡ്രൻ ഡ്യൂ ടു ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം മൂലം കുട്ടികൾ നേരിടുന്ന രണ്ടാമത്തെ പ്രധാന കാരണം എന്താണ്? എന്താണ് രണ്ടാമത്തെ പ്രധാന ഇത്? വേസ്റ്റ് ഓഫ് ടൈം അല്ലെ. എന്താണ്? വേസ്റ്റ് ഓഫ് ടൈം ആണ് അല്ലേ. ഓക്കെ. അപ്പൊ എന്താണ് രണ്ടാമത്തത്? യെസ്, എന്താണ്? വേസ്റ്റ് ഓഫ് ടൈം. കണ്ടോ? വേസ്റ്റ് ഓഫ് ടൈം ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്? 10% ഓഫ് ചിൽഡ്രൻ ആർ സഫറിങ് ഫ്രം. 10% എന്താണ് പ്രശ്നം? എന്താണ്? യെസ്, ഡിസ്ട്രാക്ഷൻ. കണ്ടോ? 10%, 10% എന്താണ്? ഡിസ്ട്രാക്ഷൻ കേട്ടോ. അതാണ് ഡിസ്ട്രാക്ഷൻ. ഇതാണ് ഡിസ്ട്രാക്ഷൻ വരുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത എന്താ നോക്കിയേ. There are some errors in the passage and they are underlined. Edit them. എന്താണ്? കുറച്ച് എറേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് ശരിയാക്കാനാണ് പറഞ്ഞിരുന്നത്. എന്താണ്? ലൈഫ് വാസ് നടത്തിയത് തെറ്റാണ് കേട്ടോ. വാസ് എ ജേർണി ഫ്രം ബർത്ത് ടിൽ ഡെത്ത്. അപ്പൊ അവിടെ എന്താ? ലൈഫ് വാസ് അല്ല വരും കേട്ടോ. ലൈഫ് എന്ന് പറഞ്ഞാൽ ഈസ് ആണ് അവിടെ അല്ലേ. ലൈഫ് ഈസ് എ ജേർണി ഫ്രം ബർത്ത് ടിൽ ഡെത്ത്. മരണം വരെ, ജീവിതം ജനനം മുതൽ മരണം വരെ ഒരു ജേർണിയാണല്ലോ പറയുന്നത് അല്ലേ. ആണ് എന്നുള്ളതാണല്ലേ. അപ്പൊ വാസ് അല്ല അവിടെ വരെ ഈസ് ആണ് കേട്ടോ. ഓക്കെ. ലൈഫ് ഈസ്. ദിസ് ജേർണി ഈസ് എ മിക്സ്ചർ ഓഫ് ഗുഡ്, പിന്നെ ഇവിടെ ഓറാണ്, ബാഡ് എക്സ്പീരിയൻസ് വിച്ച് ഈസ് ട്രൂ അബൌട്ട് ട്രാവലിംഗ് ടു. ആ യാത്രയിൽ എന്താണ്? ഗുഡും ബാഡും ഉണ്ടാവും അല്ലേ. ഗുഡോ ബാഡോ എന്നല്ല, ഗുഡും ബാഡും അല്ലേ. നല്ല രണ്ടും ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താ? ആൻഡ് ആണ്. ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ് കേട്ടോ. ഓക്കെ. പിന്നെ ട്രാവലിംഗ് ടു സച്ച് എക്സ്പീരിയൻസ് മേ ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽ ഇൻ ദ ഫേസിംഗ് ദ ചലഞ്ചസ് ദാറ്റ് ലൈഫ് ത്രോ ടു ഹിം എന്നാണ്. ലൈഫ് ത്രോസ് ആണ് കേട്ടോ വരിക. THROSWS. ഓക്കെ. ഈസ് ആൻഡ് ത്രോസ്. ഓക്കെ. ദെൻ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. Complete the conversation between the boy and the mother in the story Little Round Red Rose. Little Round Red Roseലുള്ള എന്താണ്? അമ്മേൻ്റെയും മകൻ്റെയും ഒരു കോൺവെർസേഷൻ ആണ് കേട്ടോ. ആ സ്റ്റോറി അറിയാലോ അല്ലേ, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ബോയ് എന്താണ്? മോം ഐ ഫൗണ്ട് ദ ലിറ്റിൽ റൗണ്ട് റെഡ് റോസ് എന്ന് പറഞ്ഞില്ലേ. ഞാൻ എന്താണ്? ചെറിയ റൗണ്ട് ആയിട്ടുള്ള റെഡ് റോസ് ഹൗസ് കണ്ടു എന്ന് പറഞ്ഞില്ലേ. ഹൗസ് അല്ലേ. അപ്പം മദർ എന്തേക്കും പറഞ്ഞിട്ടുണ്ടാവുക? എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ വേർ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? എവിടെയാണ് നീ കണ്ടത് എന്ന് ചോദിച്ചിട്ടില്ലേ. അപ്പൊ എന്താണ് ബോയ് പറയുന്നത്? ഐ ഫൗണ്ട് ഇറ്റ് ഇൻ മിസ്റ്റർ
ഫെൻസേഴ്സ് ഫാം അല്ലേ, അവിടെയാണ് കണ്ടു പറഞ്ഞത് അല്ലേ. അപ്പം അത് യു ഡിഡ് ഇറ്റ്, ദിസ് ഈസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ ഡോർസ് ആൻഡ് നോ വിൻഡോസ് ആൻഡ് ചിമ്നി ഓൺ ദ ടോപ്പ് ഓഫ് ദ ആൻഡ് സ്റ്റാർ ഇൻ ദ മിഡിൽ അല്ലേ. അതൊക്കെയാണ് അല്ലേ, അത് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ ബോയ് എന്താ പറഞ്ഞത്, ബോയ് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക, കട്ട് ദ ആപ്പിൾ ആൻഡ് യു ക്യാൻ സീ ദ സ്റ്റാർ ഇൻ ദ മിഡിൽ. അപ്പോൾ എന്താണ് ആൻസർ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തേക്കും, ഇവിടെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ആൻസർ എന്തേക്കും ഉണ്ടാവുക, ആൻസർ കട്ട് ദ ആപ്പിൾ ആൻഡ് യു ക്യാൻ സീ ദ സ്റ്റാർ ഇൻ ദ മിഡിൽ. അപ്പോൾ അമ്മനോട് എന്തോ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ എന്താണ്, ആപ്പിൾ മുറിച്ചിട്ട് നമുക്ക് എന്താക്കുക, സ്റ്റാർ ആ മിഡിലിൽ കാണുന്ന. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ഞാൻ സ്റ്റാർ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. സ്റ്റാർ എവിടെ ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. മിഡിലിൽ സ്റ്റാർ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്റ്റാർ എവിടെ ഉണ്ടാവുക ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ ചോദിക്കുക, വേർ ഇസ് ദ സ്റ്റാർ അല്ലേ, വേർ ഇസ് ദ സ്റ്റാർ. ഓക്കെ, ദെൻ വോ അപ്പോൾ എന്താണ് അവിടെ ആപ്പിൾ കട്ട് ചെയ്താൽ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. വോ എന്താണ് ദർ ഈസ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പം മദർ എന്തോ ചോദിച്ചു. അപ്പോൾ അവനെ ആൻസർ പറഞ്ഞെന്താ, യെസ് ഐ വാണ്ട് ടു ടേസ്റ്റ് ദ ആപ്പിൾ. അപ്പം എനിക്ക് വേണം അല്ലേ, യെസ് എന്ന് പറഞ്ഞില്ലേ. എനിക്ക് എന്താണ് ടേസ്റ്റ്, ഐ വാണ്ട് ടു ടേസ്റ്റ് ദ ആപ്പിൾ, ആപ്പിൾക്ക് ടേസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മ എന്തൊക്കെയും ചോദിച്ചിട്ടുണ്ടാവുക, എനിക്ക് ആപ്പിൾ ടേസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. ഡു യു വാണ്ട് ടു ഹാവ് ടേസ്റ്റ് ദ, ഡു യു വാണ്ട് ടു ടേസ്റ്റ് ഇറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ടേസ്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ അതാണ് ഉണ്ടാവുക അല്ലേ. ഓക്കെ, അപ്പം ഓക്കെ എന്താ ഹാബിറ്റ് എന്ന് പറഞ്ഞില്ലേ, ശരിയാ കഴിക്കണം എന്ന് പറഞ്ഞില്ലേ. അതാണ് നിങ്ങളെ ഇത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായി പഠിക്കുക കേട്ടോ, നന്നായി പഠിച്ച് മീനിങ്സും അതുപോലെ എന്താണ് നമുക്ക് എന്താണ് അതിൻ്റെ ഗ്രാമറൊക്കെ നന്നായി പഠിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വന്നാൽ ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ താഴെ ആൻസർ ഉണ്ട്. അപ്പോൾ ആൻസറിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ചോദിക്കേണ്ടത് കേട്ടോ, ഇങ്ങനെ കോൺവെർസേഷൻ ഇതൊക്കെ വരുമ്പോൾ. ഓക്കെ, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.